നമസ്കാരം. സദാചാര പോലീസിന്റെ പേരിലാണ് ഭരണകൂടവും ചില മതവർഗീയ ഭ്രാന്തന്മാരും കൂടി പലപ്പോഴും നാടിന്റെ ഉറക്കം കെടുത്തുന്നത്. വിദഗ്ധരായ സദാചാര സംഘികളും സദാചാര സുഡാപ്പികളും കൂടി പകൽമാന്യന്മാരുടെ വേഷം കെട്ടി ഒരു വിശാല സദാചാര സംഘം തന്നെ രൂപീകരിക്കേണ്ടി വരും എന്നതാണ് നാട്ടിലെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടാൽ സഹികെടുന്ന ചില മാന്യന്മാർ ഇറങ്ങിത്തിരിച്ചത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി അനൗദ്യോഗികമായ ചില മതിലുകൾ തന്നെ അവിടെ നിർമ്മിച്ചു അത്രേ. പ്രതിഷേധങ്ങൾ സമരങ്ങളിൽ ആരംഭിച്ച് ഒടുവിൽ വിദ്യാർത്ഥികളെ പുറത്താക്കും വരെ എത്തി. അമ്പരന്നു നിൽക്കുന്ന മാനേജ്മെന്റിനെ രക്ഷിക്കാൻ ഒടുവിൽ ആ അവതാരം വന്നു. സാക്ഷാൽ അബ്ദുൾ റബ്ബ്. അവതാര മഹിമകൾ കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ചില അധ്യാപകരും മാനേജ്മെന്റും കൂടി ഉണ്ടാക്കിയ പ്രശ്നം ഫറൂഖ് കോളേജിന്റെ സൽപ്പേരിനെ തന്നെ കളഞ്ഞുകുളിക്കുകയാണോ? മാനേജ്മെന്റ് നടപടികളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയും എവിടെയോ പോകുന്ന വഴിക്ക് അഭിപ്രായം രേഖപ്പെടുത്തിയ ഏതോ നാട്ടിലെ മറ്റൊരു അധ്യാപകനും സദാചാരവാദികളാൽ ഭ്രഷ്ടരാക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനും നാട്ടിലെ സദാചാര സുഡാപ്പികൾക്കും ദിശാബോധം നൽകാൻ ലോകപ്രശസ്ത സദാചാരവാദിയും വിദ്യാഭ്യാസ മന്ത്രിയുമായ മാന്യ അബ്ദുൾ റബ്ബ് തന്നെ രംഗത്തെത്തി. സമരക്കാരെയും സദാചാര വിരുദ്ധരെയും പേടിപ്പിക്കാൻ ഒടുവിൽ ആളെ ഇറക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കുള്ള സാബ് അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രമൊഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖമുണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര്. യുവമാർക്കെല്ലാം ബെഡാ സാബിന് വലിയ പേടിയാ. നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഇടകലർന്നിട്ടല്ല കുട്ടികളെ ഇരിക്കുന്നത്. ഇടകലർന്നിട്ട് ഇരിക്കണമെന്ന് ഒരു കോളേജ് നിർബന്ധിക്കുന്നില്ല. സാധാരണഗതിയിൽ രണ്ട് റോലാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. ടെക്നോളജി വേറെ, ലിംഗവിവേചനം വേറെ. ലിംഗവിവേചനത്തിൻ്റെ ഭാഗമായി ഇതിനെ കാണാൻ കഴിയില്ല. ലിംഗവിവേചനം വേറെ തന്നെയാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത രീതിയിൽ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലിംഗവിവേചനം. അല്ലാതെ ഈ തൊട്ടൊരുമി ഇരിക്കുന്നതിനെ സംബന്ധിച്ചല്ല. എനിക്ക് യോജിപ്പില്ല, വ്യക്തിപരമായി യോജിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. മതാധിഷ്ഠിത ജീവിതം നൽകുന്നവ, സങ്കുചിത സദാചാരം രൂപപ്പെടുത്തിയവ, അങ്ങനെയുള്ളവയെല്ലാം മതേതരത്വവും വിശാല രാഷ്ട്രീയവും പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ? അബ്ദുൾ റബ്ബിന് ഇഹലോക ജീവിതത്തിലുണ്ടായ തിരിച്ചറിവുകൾ രണ്ടാണ്. ഒന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കാനോ ഇരിക്കാനോ പാടില്ല എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഈ ലോകത്തെ സദാചാരവാദികൾക്ക് സഹിക്കാൻ കഴിയില്ലത്രേ. രണ്ടാമത്തെ കാര്യം, വേണ്ടി വന്നാൽ അടുത്തടുത്ത ബെഞ്ചിലിരിക്കാതെ കസേരകൾ വെച്ച് അതിന്മേലിരിക്കാം എന്നതാണ്. കസേരയിൽ ഇരുന്നാൽ ഉണ്ടാകാത്ത എന്തോ ഒരു സംഗതി ബെഞ്ചിലിരുന്നാൽ സംഭവിക്കുമത്രേ. ഈ അനുഭവമാണ് അബ്ദുൾ റബ്ബിനെ മന്ത്രിപദം വരെ എത്തിച്ചതു തന്നെ. നാണക്കേട്. സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. അടുത്ത പഞ്ചായത്ത് കൂടട്ടെ. ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം. അല്ല, ഒന്നിച്ചിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒന്നിച്ച് ഒരേ അടുത്തടുത്തിരിക്കുന്നതിനോട് സെപ്പറേറ്റ് ചെയേഴ്സിലാണെങ്കിലും ഓക്കെ. അതല്ലാതെ ഒന്നിച്ചിരിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ
വ്യക്തിപരമായി തൊട്ടടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നതിനോട് യോജിപ്പില്ല. വ്യത്യസ്ത കസേരകളിൽ അവിടെ ഇരിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുമില്ല. അല്ല മാധവൻ ചേട്ടനായിരുന്നു. അതെ. ഇതെന്താ കയ്യില്? കുറച്ച് പരിപ്പുകടയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്ന. വരൂ, എനിക്ക് വേഗം പോണം. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും. അവർക്ക് വിരോധമില്ലെങ്കിൽ ഇരിക്കാം. ഞാനും ഇവിടുത്തെ കുട്ടികൾ ഇരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. വ്യക്തിപരമായി എനിക്കതിനോട് യോജിപ്പില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കുട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായി. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഇന്നിപ്പോ ജീവനോടെ മുമ്പിൽ വന്നിട്ട് ഇനി എന്തിനാ നാളത്തേക്കാക്കുന്നത്? അകത്തോട്ട് കയറി ഇരുന്നായരേ. നല്ല മഴക്കോളുണ്ട്, നമുക്ക് നാളെ ആവാം. ഗുഡ് നൈറ്റ്. തൊട്ടടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നതിനോട് യോജിപ്പില്ല. വ്യത്യസ്ത കസേരകളിൽ അവിടെ ഇരിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുമില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പോകുന്ന ലീഗുകാർ വെറുതെയല്ല അവിടെ കസേരയാണോ ബെഞ്ചാണോ ഉള്ളത് എന്ന് അന്വേഷിക്കുന്നത്. മന്ത്രി പറഞ്ഞ ആ പ്രശ്നം എന്തായാലും അദ്ദേഹത്തിന്റെ ഓഫീസിലും കാണുമല്ലോ. ഇമാതിരി വിദ്യാഭ്യാസ മന്ത്രിയും കുറെ സദാചാരവാദികളും ഉണ്ടായാൽ നാട് നന്നാകും. യഥാർത്ഥത്തിൽ ഒരുമിച്ച് ഇരിക്കാൻ പോയിട്ട് കാലങ്ങളായി ലൈബ്രറിയിലും വരാന്തയിലും കോളേജ് ദൃഷ്ടിയിൽ എവിടെയെങ്കിലും ആൺ പെൺകുട്ടികൾ ഒരുമിച്ച് നിന്നാൽ അബ്ദുറബ്ബ് പറഞ്ഞതുപോലെ സംഭവിക്കും എന്നതിനാൽ മാനേജ്മെന്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണത്രേ. ഏറ്റവും ഒടുവിലാണ് ഇപ്പോഴത്തെ വിവാദങ്ങളിലേക്ക് നയിച്ച പ്രത്യേക സംഭവം ഉണ്ടായത്. അന്നത്തെ ദിവസം എന്താണ് ഫറൂഖ് കോളേജിൽ സംഭവിച്ചത്? നമ്മൾ മലയാളം ക്ലാസ്സിൽ കുട്ടികൾ ഒന്നിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വരികയും ഞങ്ങൾ ഇരിക്കുന്ന ബെഞ്ചിൽ ഒന്നിച്ചിരിക്കുന്ന കണ്ട കുട്ടികളോട് പെൺകുട്ടികളോട് അവിടെ നിന്ന് സ്പെസിഫിക് ആയിട്ട് മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം തൊട്ട മുന്നത്തെ ബെഞ്ചിൽ അവിടെ മാത്രമേ സ്ഥലമുള്ളൂ. അവിടെ 3 പെൺകുട്ടികളും മറ്റുമായി ഇരിക്കുന്നുള്ളൂ. അങ്ങോട്ടേക്ക് കുറച്ച് ലേറ്റായിട്ട് കടന്നു വന്ന 2 ആൺകുട്ടികൾ അവിടെ ഇരുന്നപ്പോൾ പെൺകുട്ടികളോട് അവിടെ നിന്ന് മാറാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ ചോദ്യം ചെയ്ത സമയത്ത് അധ്യാപകൻ അത് സംസ്കാരവുമായി റിലേറ്റ് ചെയ്യുകയും തലേ ദിവസം ക്യാമ്പസിൽ നടന്ന ചർച്ചയിൽ ഒരു അധ്യാപകൻ സൂചിപ്പിച്ച പോലെ വലുതായി കഴിഞ്ഞാൽ കിടപ്പുമുറികൾ എൻ്റെ മക്കൾക്ക് 2 എണ്ണമാണ് ഒരുക്കുക എന്ന രീതിയിൽ കിടപ്പുമുറിയെയും ക്ലാസ് മുറിയെയും താരതമ്യം ചെയ്യുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഒരു പെൺകുട്ടി ചോദ്യം ചെയ്ത സമയത്ത് തൻ്റെ വീട്ടിലെ സാഹചര്യവുമായി ഇടകലർത്തി ചോദ്യം ചെയ്ത സമയത്ത് അത് കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കണമെന്നാണ് സാറിന്റെ റിപ്ലൈ ഉണ്ടായത്. സമാന ചോദ്യം ആ അധ്യാപകനോട് തിരിച്ചു ചോദിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും നാട്ടിൽ ഉയരുന്നുണ്ട്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി അവരെ പോലും സദാചാര പോലീസിംഗിന് വിധേയമാക്കിയ സംഭവം അബ്ദുറബ്ബിനൊക്കെ അഭിമാനം നിറയ്ക്കുന്ന ഒന്നാണ്. വളരെ വ്യക്തമായിട്ട് അവരെ മോറൽ പോലീസിംഗ് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നടന്നത്. ഡിസിപ്ലിനറി കമ്മിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2 ആൺകുട്ടികളുടെ ശരീരത്തിന്റെ നടുവിൽ നിന്റെ ശരീരം സുഖിച്ച് 1 മണിക്കൂറിലധികം ഇരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നതെന്നാണ്. ഒരു കുട്ടിയുടെ 1-2 കുട്ടികളുടെ പാരന്റ്സ് കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത്. ഇതിനു മുന്നേ തന്നെ കോളേജിലെ ഫ്രണ്ടിലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള സീറ്റിൽ ജെൻസ് ഒള്ളിന്ന് അവർ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടാറാണുള്ളത്. സെക്യൂരിറ്റീസ് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് ടാർഗറ്റഡ് ആയിട്ട് അവിടെ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം നിൽക്കാറുണ്ട് മോറൽ പോലീസിങ്ങിന് വേണ്ടി തന്നെ. നാടകത്തിൽ നമുക്ക് ഒന്നിച്ച് അഭിനയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപക്ഷെ അവർ പറയും അത് ഫണ്ടിന്റെ അഭാവം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ SFIയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യം ഒരു സ്ട്രീറ്റ് പ്ലേ തെരുവ് നാടകം കോളേജിന്റെ മുന്നിൽ കളിക്കാൻ ചോദിച്ച സമയത്ത് പോലും അവർ അതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൂടാതെ ക്യാൻറ്റീനിലാണെങ്കിൽ ബോയ്സ് ഒരു ഭാഗത്ത് ഗേൾസ് ഒരു ഭാഗത്ത് 2 മറ കെട്ടിക്കൊണ്ട് നടുവിൽ സ്റ്റാഫ്സിനെ കുത്തി നിറച്ചുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ അവിടെ സെഗ്രിഗേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമിടയിൽ മതിൽ കെട്ടാൻ സഹായം വേണമെങ്കിൽ പണ്ട് അഫ്ഗാനിലൊക്കെ ഇമാതിരി മതിൽ കെട്ടി പരിചയസമ്പന്നരായി റിട്ടയർ ചെയ്ത താലിബാൻകാരെയൊക്കെ വിളിക്കാവുന്നതാണ്.